ഫെബ്രുവരി 28, 2026 അന്ന് തുടങ്ങിയ ആ ചോരപ്പുഴയ്ക്ക് അറുതിയാകുന്നുവെന്ന് ലോകം കരുതിയ നിമിഷമായിരുന്നു അത്. ഞങ്ങൾ വിജയിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ലോകം ഒരു ദീർഘനിശ്വാസം വിട്ടു. എന്നാൽ ആ ആശ്വാസത്തിന് ആയുസ് കുറവായിരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് സൈനികമായി തങ്ങൾ മേൽക്കൈ നേടിയെന്ന് വൈറ്റ് ഹൌസ് അവകാശപ്പെടുമ്പോൾ, മറുഭാഗത്ത് അങ്ങേയറ്റം കടുപ്പമേറിയ 3 നിബന്ധനകളുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കയുടെ ഗർവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറാൻ മുന്നോട്ട് വെച്ച ആ 3 നിബന്ധനകൾ എന്തൊക്കെയാണ്? അവ അംഗീകരിക്കാൻ ട്രംപ് തയ്യാറാകുമോ? നമുക്ക് നോക്കാം. നടത്തുന്ന പ്രസ്താവനയിലെല്ലാം ഇറാനെതിരെ അമേരിക്ക പൂർണ്ണ വിജയം നേടിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ടെഹ്റാൻ ഇത്തരമൊരു പ്രഹരം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും യുദ്ധം ഏകദേശം അവസാനിച്ചുവെന്നും അദ്ദേഹം പല മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. സൈനികമായ അർത്ഥത്തിൽ ടെഹ്റാനിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ലെന്നാണ് ട്രംപിന്റെ വാദവും. എന്നാൽ തന്റെ വിജയപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഫ്ലോറിഡയിൽ നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് തന്നെ തന്റെ നിലപാട് മാറ്റി. നമ്മൾ പലതരത്തിൽ വിജയിച്ചു, പക്ഷേ നമുക്ക് വേണ്ടത്ര വിജയം നേടാനായിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരണകൂടത്തിനുള്ളിലെ ആശയക്കുഴപ്പം കൂടിയാണ് വ്യക്തമാക്കുന്നത്. ആത്യന്തിക വിജയം നേടാൻ തങ്ങൾ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോവുകയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ, ഇറാൻ ഇപ്പോഴും ഒരു വലിയ വെല്ലുവിളിയായി തുടരുന്നു എന്ന് വേണം കരുതാൻ. റഷ്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കളുമായി നടത്തിയ സുപ്രധാന ചർച്ചകൾക്ക് ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. എക്സിലെ പോസ്റ്റിലൂടെ അദ്ദേഹം മുന്നോട്ടുവച്ച 3 പ്രധാന നിബന്ധനകൾ ഇവയാണ്. 1. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിയമാനുസൃതമായ അവകാശങ്ങൾ അമേരിക്ക അംഗീകരിക്കുക. 2. യുദ്ധം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുക. 3. ഭാവിയിൽ ഇറാന് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഉറച്ച ഗ്യാരണ്ടി നൽകുക. ഈ 3 കാര്യങ്ങൾ പാലിച്ചാൽ മാത്രമേ തങ്ങൾ പിന്മാറൂ എന്നാണ് ഇറാന്റെ ഉറച്ച നിലപാട്. തങ്ങളെ ചതിച്ചുകൊണ്ട് നടത്തിയ ആക്രമണമാണിതെന്നും ഇനി അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും സന്ധിക്കുമില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഉൾപ്പെടെയുള്ള നയതന്ത്രജ്ഞർ ഉറപ്പിച്ചു പറയുന്നു. ട്രംപ് ഭരണകൂടം യുദ്ധത്തെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നതിനിടയിൽ US ഡെമോക്രാറ്റിക് സെനറ്റർ ക്രിസ് മർഫി നടത്തിയ വെളിപ്പെടുത്തലുകളും ഗൌരവമുള്ളവയാണ്. യുദ്ധത്തെക്കുറിച്ചുള്ള 2 മണിക്കൂർ നീണ്ട രഹസ്യ ബ്രീഫിംഗിൽ പങ്കെടുത്ത അദ്ദേഹം പറയുന്നത് ട്രംപിന് ഈ യുദ്ധത്തെ പരസ്യമായി പ്രതിരോധിക്കാൻ കഴിയില്ലെന്നാണ്. യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഭരണമാറ്റമോ ആണവായുധ പദ്ധതികൾ തകർക്കലോ അല്ലെന്ന് ഭരണകൂടം അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചേർന്നെടുത്ത തീരുമാനമാണിതെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച കൃത്യമായ ധാരണ ട്രംപിനില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, ആഗോള ഊർജ്ജ വിപണികളെയും ഭൗമരാഷ്ട്രീയ സുരക്ഷയെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഊർജ്ജ പ്രതിസന്ധി നേരിടുമ്പോൾ ഇറാന്റെ നീക്കങ്ങൾ ലോകത്തെ മുൾമുനയിൽ നിർത്തുകയാണ്. ആണവ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ അമേരിക്ക ആക്രമണം നടത്തിയെന്ന ഇറാന്റെ ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ്. ചതിയും വഞ്ചനയും നിറഞ്ഞ ഈ യുദ്ധഭൂമിയിൽ ആരെ വിശ്വസിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. നയതന്ത്രത്തിന്റെ ചതുരംഗ പലകയിൽ ട്രംപും പെസഷ്കിയാനും തങ്ങളുടെ കരുനീക്കങ്ങൾ തുടരുകയാണ്. അമേരിക്ക വിജയക്കൊടി പാറിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ നിബന്ധനകൾ വൈറ്റ് ഹൌസിന് വലിയൊരു തലവേദനയായി മാറിക്കഴിഞ്ഞു. നഷ്ടപരിഹാരവും അന്താരാഷ്ട്ര ഗ്യാരണ്ടിയും നൽകി അമേരിക്ക പിന്മാറുമോ, അതോ ട്രംപ് പറഞ്ഞതുപോലെ ആത്യന്തിക വിജയത്തിനായി യുദ്ധം കൂടുതൽ ഭീകരമാവുമോ? പശ്ചിമേഷ്യയിലെ ഓരോ മണൽത്തരിയും ഇപ്പോൾ യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും ഇടയിലുള്ള നൂൽപാലത്തിലാണ്. വരും ദിവസങ്ങൾ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾക്ക് ഒരുപക്ഷെ സാക്ഷ്യം വഹിച്ചേക്കാം.